10 രൂപ അല്ലെങ്കിൽ ഒരു 50 രൂപ വിഷു കൈനീട്ടമായി നമുക്ക് കിട്ടുന്ന ആ ചെറിയ തുക. സത്യം പറഞ്ഞാൽ നമ്മൾ എന്തിനാണ് അത് ഉപയോഗിക്കാറുള്ളത്? ഒന്നെങ്കിൽ എന്തെങ്കിലും കഴിക്കും, അല്ലെങ്കിൽ വെറുതെ അങ്ങ് ചിലവാക്കും. പക്ഷേ 2026 നിൽക്കുന്ന നമ്മൾ കുറച്ചുകൂടി സ്മാർട്ട് ആകേണ്ടതില്ലേ? ഈ പൈസ വെച്ച് ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? സംഗതി നിസ്സാരമല്ല. നമ്മൾ പലപ്പോഴും മിസ് ചെയ്യുന്നത് ഈ ചെറിയ തുടക്കങ്ങളാണ്. വിഷു വരികയാണ്. കണിക്കൊന്നയും വിഷുക്കണിയും ഒക്കെ ഒരു പോസിറ്റീവ് വൈബ്. വീട്ടിലെ കാരണവന്മാർ തരുന്ന ആ കൈനീട്ടം വെറും ഒരു നോട്ട് മാത്രമല്ല, അതൊരു തുടക്കമാണ്. ഇനി ഞാൻ പറയുന്നത് ആലോചിച്ച് നോക്കൂ. 100 രൂപ, വെറും 100 രൂപ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്നൊരു സിനിമയ്ക്ക് പോകണമെങ്കിൽ പോലും ഇതിന്റെ ഇരട്ടി വേണം. പക്ഷേ ഇതേ 100 രൂപയ്ക്ക് ഇന്ന് മാർക്കറ്റിൽ വലിയ വാല്യൂ ഉണ്ട്. എങ്ങനെയെന്നല്ലേ നമുക്ക് നോക്കാം. ആദ്യമേ ഒരു കാര്യം പറയാം. നമ്മൾ മലയാളികൾക്ക് പൊതുവെ ഒരു ശീലമുണ്ട്. വലിയ തുക കയ്യിൽ വന്നാലേ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യൂ എന്നതാണത്. അത് മാറണം. ഇവിടെയാണ് ട്വിസ്റ്റ് ഇരിക്കുന്നത്. ഇന്ന് ബാങ്കുകളും മ്യൂച്വൽ ഫണ്ട് ഹൗസുകളും ഒക്കെ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരെ നോക്കിയാണ് പ്രൊഡക്റ്റുകൾ ഇറക്കുന്നത്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഒക്കെ ഇത്തവണ ഡിജിറ്റൽ കൈനീട്ടം എന്നൊക്കെ പറഞ്ഞ് പുതിയ ഫീച്ചേഴ്സ് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ദൂരെയുള്ള അമ്മാവനോ വലിയച്ഛനോ ഒക്കെ ഒരു ക്ലിക്ക് ചെയ്താൽ കൈനീട്ടം നിങ്ങളുടെ അക്കൗണ്ടിലെത്തും. പണ്ട് നമ്മൾ കൈനീട്ടം കിട്ടാൻ ക്യൂ നിൽക്കണമായിരുന്നു. ഇന്ന് കാലം മാറി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ഒരു 100 രൂപയുടെ SIP അഥവാ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ തുടങ്ങുകയാണെന്ന് വിചാരിക്കുക. കുട്ടികളുടെ പേരിലാണെങ്കിൽ അതിന് മൈനർ അക്കൗണ്ടുകൾ ഇന്ന് സുലഭമാണ്. ഈ ചെറിയ തുക കുട്ടികൾ വളർന്നു വരുമ്പോൾ ഒരു വലിയ തുകയായി മാറും. ഇതിനെയാണ് നമ്മൾ പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. പലിശയ്ക്ക് പലിശ കയറി അതൊരു വലിയ തുകയാകും. ഇൻഫ്ലേഷൻ അഥവാ വിലക്കയറ്റം അത് നമ്മുടെ പണത്തിന്റെ മൂല്യം കുറച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിനെ തോൽപ്പിക്കാൻ ഇങ്ങനെയുള്ള ചെറിയ സ്റ്റെപ്പുകൾ നമ്മൾ എടുത്തേ പറ്റൂ. നമ്മളിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. കൈനീട്ടം കിട്ടുന്നത് കുട്ടികൾക്ക് മാത്രമല്ലല്ലോ, മുതിർന്നവർക്കും കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻ ഒന്ന് ശ്രദ്ധിക്കണം. 2026 ഇന്ത്യയുടെ എക്കോണമി കുതിക്കുകയാണ്. ഡിജിറ്റൽ ട്രാൻസാക്ഷനുകൾ റെക്കോർഡ് ഇട്ട് കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ കയ്യിലുള്ള 500 രൂപയോ 1000 രൂപയോ വെറുതെ സേവിങ്സ് അക്കൗണ്ടിൽ ഇട്ടാൽ അതിന് വലിയ ഗുണമൊന്നുമില്ല. അവിടെയാണ് നമ്മൾ കുറച്ചുകൂടി ബുദ്ധിപരമായി ചിന്തിക്കേണ്ടത്. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ എപ്പോഴെങ്കിലും ഡിജിറ്റൽ ഗോൾഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? സ്വർണ്ണവില പണ്ട് 50,000 രൂപയായിരുന്നു, പിന്നെ 60,000. ഇപ്പോൾ അത് എവിടെ നിൽക്കുന്നെന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു പവൻ വാങ്ങാൻ കാശില്ലാത്തവർ എന്ത് ചെയ്യും? വിഷു കൈനീട്ടമായി കിട്ടുന്ന 500 രൂപയ്ക്ക് പോലും നിങ്ങൾക്ക് ഇന്ന് ഡിജിറ്റലായി സ്വർണം വാങ്ങാം. പേടി വേണ്ട, ഇത് സേഫ് ആണ്. നമ്മൾ വാങ്ങുന്ന സ്വർണം ലോക്കറിൽ ഇരിക്കുന്നത് പോലെ സുരക്ഷിതമായിരിക്കും. എപ്പോഴാണോ നമുക്ക് പണം വേണ്ടത് അപ്പോൾ അത് വിൽക്കുകയും ചെയ്യാം. ഇനി അല്പം കൂടി റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവരാണോ നിങ്ങൾ? എങ്കിൽ ഇൻഡെക്സ് ഫണ്ടുകൾ ഒന്ന് നോക്കാം. ഇന്ത്യയിലെ ടോപ്പ് കമ്പനികളിൽ നിങ്ങളുടെ പണം ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നു. ഇതിനൊന്നും വലിയ സാങ്കേതിക അറിവൊന്നും ആവശ്യമില്ല. നമ്മുടെ നാട്ടിലെ ഓരോ സാധാരണക്കാരന് പോലും ഇന്നൊരു മൊബൈൽ ആപ്പ് വഴി ഇത് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കണം. ആവശ്യത്തിൽ പോയി എല്ലാ പൈസയും ഒരിടത്തിടരുത്. ഇതൊരു അബദ്ധമാണ്. വിഷു കൈനീട്ടം ഒരു പ്രതീകമാണ്, ഐശ്വര്യത്തിന്റെ തുടക്കം. ആ തുടക്കം ഒരു നല്ല ഫിനാൻഷ്യൽ ഹാബിറ്റായി മാറിയാലോ? ഉദാഹരണത്തിന് ഈ വിഷുവിന് നിങ്ങളൊരു 100 രൂപയുടെ SIP തുടങ്ങുന്നു. അടുത്ത വർഷം വിഷു ആകുമ്പോഴേക്കും നിങ്ങളുടെ കയ്യിൽ ഒരു ചെറിയ സമ്പാദ്യം ഉണ്ടാകും. അത് കാണുമ്പോഴുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പണത്തിന്റെ മൂല്യം പഠിക്കാനുള്ള ഏറ്റവും നല്ല സമയമാണിത്. അവർക്ക് കിട്ടുന്ന കൈനീട്ടം ഒരു കുടുക്കിയിൽ ഇടുന്നതിന് പകരം അവരുടെ പേരിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിക്കൊടുത്താൽ അവർക്ക് അതൊരു വലിയ പാഠമാകും. സത്യം പറഞ്ഞാൽ നമ്മൾ മലയാളികൾ സ്വർണത്തിലും ലാൻഡിലും മാത്രം വിശ്വസിച്ചിരുന്നവരാണ്. പക്ഷേ 2026 ഓപ്ഷനുകൾ ഒരുപാടാണ്. നിസ്സാരമെന്ന് നമ്മൾ തള്ളിക്കളയുന്ന തുകകൾ പോലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഇതൊന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങൾ ഓരോ മാസവും ചെലവാക്കുന്ന അനാവശ്യ കാര്യങ്ങളൊന്ന് കുറച്ചാൽ തന്നെ വലിയൊരു തുക മിച്ചം പിടിക്കാം. ഈ വിഷു അതിനൊരു തുടക്കമാവട്ടെ. ഇനി ഒരു കാര്യം കൂടി പറയാം. നമ്മൾ ആരെയും അനുകരിക്കരുത്. നിങ്ങളുടെ റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി എത്രയാണെന്ന് നോക്കണം. ചിലർക്ക് സേഫ് ആയിട്ടുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റുകളായിരിക്കും ഇഷ്ടം, ചിലർക്ക് മ്യൂച്വൽ ഫണ്ടുകൾ. എന്ത് തന്നെയായാലും ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് നല്ലതുപോലെ പഠിക്കണം. വിവരങ്ങൾ വിരൽത്തുമ്പിൽ നമുക്കിന്ന് ലഭ്യമാണല്ലോ. ഗൂഗിൾ ചെയ്തോ അല്ലെങ്കിൽ നല്ലൊരു ഫിനാൻഷ്യൽ അഡ്വൈസറോട് ചോദിച്ചോ കാര്യങ്ങൾ മനസ്സിലാക്കാം. വിഷു കൈനീട്ടം കിട്ടുമ്പോൾ ഉടനെ തന്നെ പോയി ഒരു പുതിയ ഡ്രസ്സ് എടുക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ ഒരു ലക്ഷറി ഡിന്നർ കഴിക്കുന്നതിനേക്കാൾ വാല്യൂ നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടി ഒരു ചെറിയ തുക മാറ്റിവെക്കുന്നതിലുണ്ട്. ഒരൊറ്റ നമ്പർ. അത് നിങ്ങളുടെ ബാങ്ക് ബാലൻസ് മാറ്റുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നിങ്ങളുടെ ചിന്താഗതി മാറും. ആ മാറ്റമാണ് നമുക്ക് ആവശ്യം. നമ്മുടെ നാട്ടിലെ ബാങ്കുകൾ ഇപ്പോൾ ഒരുപാട് പുതിയ സ്കീമുകൾ കൊണ്ടുവരുന്നുണ്ട് എന്ന് ആദ്യം തന്നെ പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ഈ വിഷു സീസണിൽ വരും ദിവസങ്ങളിൽ സ്വർണ്ണവിലയിലോ സ്റ്റോക്ക് മാർക്കറ്റിലോ മാറ്റങ്ങൾ വരാം. നമ്മളത് വാച്ച് ചെയ്യണം. കൃത്യമായ പ്ലാനിംഗ് ഉണ്ടെങ്കിൽ ഈ കൈനീട്ടം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിക്ഷേപവുമായി മാറും. സംഗതി സിമ്പിളാണ്. വലിയ സ്വപ്നങ്ങൾ കാണാൻ വലിയ തുക വേണ്ട, വലിയൊരു മനസ്സും കൃത്യമായ പ്ലാനിങ്ങും മതി.
ഈ വിഷു ഐശ്വര്യത്തിൻ്റെത് മാത്രമല്ല സാമ്പത്തിക ഭദ്രതയുടേത് കൂടിയാകട്ടെ. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഒരു സെബി രജിസ്ട്രേഡ് അഡ്വൈസറുമായി സംസാരിക്കുക. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ.